പ്രിയപ്പെട്ടവരെ, 2025 മെയ് മാസം 1 മുതൽ 31 തീയതി വരെയുള്ള നിങ്ങളുടെ പൊതുഫലത്തെയാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള മാസഫലങ്ങളും ആഴ്ചഫലങ്ങളും ഒക്കെ ആയിരിക്കും കേട്ടിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾക്ക് അവരുടെ നക്ഷത്രം അറിയാമായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കും. എന്നാൽ ഈ രണ്ട് കൂട്ടർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു രീതിയാണിത്. ഇതിൽ സുബ്രഹ്മണ്യനെയും നവഗ്രഹങ്ങളെയും ഉപയോഗിച്ചിട്ടുള്ള ആരൂഢ ചക്രം ഉപയോഗിച്ചാണ് നമ്മൾ ഫലപ്രവചനം അറിയുന്നത്. മറ്റു ഫലപ്രവചനങ്ങളിൽ നിങ്ങളുടെ ഈശ്വരാധീനം സ്വാധീനിക്കാറില്ല. എന്നാൽ ഈ ഒരു ആരൂഢ ചക്രത്തിൽ നിങ്ങളുടെ ഈശ്വരാധീനവും കൂടി ഇതിനൊരു പാർട്ടായി മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റേത് ഫലപ്രവചന രീതിയേക്കാളും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫലപ്രവചനമായിരിക്കും ഇത്. പക്ഷേ ഇത് ഒരു തവണ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നീട് എത്ര തവണ നിങ്ങളിത് ഈ മാസത്തിൽ ഉപയോഗിച്ചാലും അതൊന്നും കൃത്യമായിട്ടുള്ള ഫലമായിരിക്കണമെന്നില്ല. നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ചപ്പോൾ കിട്ടിയത് എന്താണോ അതായിരിക്കും ഈ മാസത്തെ നിങ്ങളുടെ ഫലം. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു സംഖ്യയിൽ തൊടുക. ഇനി കണ്ണടച്ച് സുബ്രഹ്മണ്യ സ്വാമിയെ നന്നായി ധ്യാനിക്കുക. ഇനി നിങ്ങളുടെ മെയ് മാസത്തെ ഫലപ്രവചനം കേട്ടുകൊള്ളുക. നിങ്ങൾ തൊട്ടത് 1-ലാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ദീർഘദൂര യാത്രകൾ പലപ്പോഴും വേണ്ടി വന്നേക്കാം. അമിതമായിട്ടുള്ള ദേഷ്യം കാരണം കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠന മികവ് ഉണ്ടായി വരുന്നതാണ്. പ്രണയകാര്യങ്ങളിൽ ചില കല്ലുകടികൾ ഉണ്ടായി വന്നേക്കാം. വാഹനയാത്രയിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ്. മാസാവസാന കാലയളവിൽ കുറച്ചുകൂടി പണത്തിന്റെ ചിലവ് നിയന്ത്രിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ തൊട്ടത് 2 എന്ന സംഖ്യയിലാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോജനപ്രദമാവുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി വരുന്നതാണ്. ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടായി വരുന്നതാണ്. ഉന്നത പരീക്ഷകളിൽ വിജയമുണ്ടായി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ പാഠ്യപദ്ധതിയിലൂടെ പഠന മികവ് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സിനിമ, സീരിയൽ, മറ്റ് സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ കൈവരുന്നതാണ്. കണ്ണുമായി ബന്ധപ്പെട്ട് ചില രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ചില അലസതാ മനോഭാവം ഉണ്ടായി വരുന്നതാണ്. കുടുംബജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ തർക്കത്തിന് ഇടയാവുന്നതാണ്. ഇനി നിങ്ങൾ തൊട്ടത് 3 എന്ന സംഖ്യയിലാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ചില അവസരങ്ങൾ കൺമുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈവെള്ളയിലേക്ക് തിരികെ കിട്ടുന്നതാണ്. പുതിയ തൊഴിൽ മേഖലകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അധികാര സ്ഥാനത്തിരിക്കുന്ന ചിലരുമായിട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. ജീവിതശൈലീ രോഗങ്ങൾ മൂർച്ഛിച്ചു വരുന്നതും ഈ ഒരു കാലയളവിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ദീർഘദൂര യാത്രകൾ ചെയ്യുവാനും ഉല്ലാസയാത്രകൾ പോകുന്നതിനും ഈ ഒരു കാലയളവിൽ അവസരമുണ്ട്. ചില ഭാഗ്യാനുഭവങ്ങൾ മാസത്തിന്റെ മധ്യഭാഗത്തോടുകൂടി അനുഭവേദ്യമാകുന്നതാണ്. അകന്നിരുന്ന ചില ബന്ധുക്കളെ കാണുന്നതിനും അവരുമായിട്ട് ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും അവസരമുണ്ടാകുന്നതാണ്. ചില ഇലക്ട്രോണിക് വസ്തുക്കൾ വീട്ടിൽ വാങ്ങുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട്. ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ ഇടപെട്ട് മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ മാസാവസാനത്തോടെ സംജാതമാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി നിങ്ങൾ തൊട്ടത് 4-ലാണെങ്കിൽ ഈ ഒരു കാലയളവ് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണപ്പെടുന്നത്. നീക്കിയിരിപ്പ് ധനം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. തൊഴിൽ രംഗത്ത് പുതിയ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യത തുറന്നു കിട്ടുന്നതാണ്. വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടായി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വസ്തു, വീട് മുതലായവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭ്യമാകുന്നതാണ്. ഇരുചക്രവാഹനങ്ങൾ വാങ്ങിക്കുന്നവർ അതിൻ്റെ എൻജിൻ ഭാഗം വളരെ ശ്രദ്ധിച്ചേ വാങ്ങാവൂ.
കരസേന, നാവികസേന, പോലീസ് മുതലായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം കുറച്ച് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതാണ്. ലോണ്, ചിട്ടി മുതലായവയിൽ നിന്ന് ഈ മാസം നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതും പ്രതികൂലമായിട്ടുള്ളതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിനും ദോഷകാര്യങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനുമായിട്ടുള്ള ചില വഴിപാടുകൾ കൂടി നിർദ്ദേശിക്കുകയാണ്. ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുകയും തുളസിമാല ചാർത്തുകയും ചെയ്യുക. ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം ജലധാര, പിൻവിളക്ക് എന്നിവ കഴിപ്പിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച ദിവസം തെച്ചിപ്പൂക്കൾ കൊണ്ട് മാല കെട്ടി ചാർത്തുക. മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തുന്നതും ആദ്യത്തെ തിങ്കളാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം മുടയ്ക്കുന്നതും ഗുണകരമാണ്. അപ്പോൾ ഈ വഴിപാടുകൾക്ക് പുറമേ നിങ്ങൾക്ക് ഇവിടെ മഠത്തിൽ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ശാക്തേയ പൂജകളിൽ നിങ്ങളെ സൗജന്യമായി പങ്കെടുപ്പിക്കാൻ കൂടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ പങ്കുചേരുന്നതിന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേര്, നാള്, വയസ്സ് എന്നിവ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും മംഗളങ്ങളുണ്ടാവട്ടെ.